ലിവിംഗ് വിൽ എന്ന ആശയം സംസ്ഥാനത്ത് നടപ്പിലാക്കി കൊല്ലം പാരിപ്പള്ളി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. ഇതിനോടകം നിരവധി ആളുകളാണ് മരണ താൽപര്യ പത്രത്തിന്റെ ഭാഗമായത്. പദ്ധതിയുടെ കൂടുതൽ വിവരങ്ങളുമായി ലിജോ റോളൻസിന്റെ റിപ്പോർട്ട് കാണാം. കേരളത്തിൽ ഒട്ടും സുപരിചിതമല്ലാത്ത ഒരു പദമായിരിക്കും ലിവിംഗ് വിൽ അഥവാ മരണ താൽപര്യ പത്രം. സംസ്ഥാനത്ത് ഏക സ്ഥലത്താണ് അത് ഉള്ളത്, അതായത് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ് അതുള്ളത്. ആ ലിവിംഗ് വിൽ എന്താണെന്നുള്ളത് ഒരു പുതിയ പദമായി പലർക്കും തോന്നിയേക്കാം. അതിനെക്കുറിച്ച് ഈ മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പളായിട്ടുള്ള ഡോക്ടറോട് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കാം. എന്താണ് ഈ ലിവിംഗ് വിൽ എന്നുള്ള കോൺസെപ്റ്റ്? അതായിരിക്കും ആദ്യം ആളുകൾക്ക് അറിയേണ്ടത്. സൂചിപ്പിച്ചതുപോലെ ഒരു പുതിയ പദമാണിത്. അതായത് മരണാസന്നനായിട്ടുള്ളൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ചികിത്സ, ആ സമയത്തെ ചികിത്സ എങ്ങനെയായിരിക്കണമെന്ന് മുൻകൂട്ടി രേഖപ്പെടുത്തുന്ന ഒരു സാക്ഷ്യപത്രമാണ് ഈ ലിവിംഗ് വിൽ എന്നുള്ള ഒരു രേഖ എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും വിൽ പത്രത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വസ്തുവകകളൊക്കെ മാറ്റിവെക്കാൻ വേണ്ടി നമ്മൾ നിർദ്ദേശിക്കുന്ന വിൽ പത്രം, അത് നടപ്പിലാകുന്നത് മരണശേഷമായിരിക്കും. ഇത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചികിത്സ സംബന്ധിച്ചാണ്. അതായത് അത്യാസന്ന നിലയിൽ നമ്മളാകുമ്പോൾ ഒരു തീരുമാനം എടുക്കാൻ നമുക്ക് ശേഷിയില്ലാതെ വരുമ്പോൾ നമ്മുടെ ചികിത്സ എങ്ങനെയായിരിക്കണം, അത് നമുക്ക് തീവ്രപരിചരണം ആവശ്യമുണ്ടോ, വെന്റിലേറ്റർ സപ്പോർട്ട് ആവശ്യമുണ്ടോ, അതുപോലെ തന്നെ മരണശേഷം നമ്മുടെ മൃതദേഹം എന്താണ് ചെയ്യേണ്ടത്, അത് ആചാരവിധി പ്രകാരം സംസ്കരിക്കുകയാണോ, അതോ ഏതെങ്കിലും മെഡിക്കൽ സ്ഥാപനങ്ങൾക്ക് പഠിക്കാനായിട്ട് കുട്ടികൾക്ക് നൽകുകയാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ രേഖപ്പെടുത്തുന്ന ഒരു സാക്ഷ്യപത്രമാണ് ലിവിംഗ് വില്ല്. ഈ ഒരു ആശയം ഒരുപക്ഷെ കേരളത്തിൽ പുതിയതായിരിക്കും. എങ്ങനെയാണ് ഈ ഒരു ആശയം ഇവിടെ കൊണ്ടുവരാമെന്നുള്ള ഒരു താല്പര്യം? ആരെങ്കിലും ഇനിഷ്യേറ്റീവ് എടുക്കണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിലേക്ക് വന്നത്? നമുക്ക് ഈ ഒരു പാലിയേറ്റീവ് കെയർ വളരെ സജീവമായിട്ട് ഇവിടെ കൊല്ലം മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട സൂപ്രണ്ട് ഡോക്ടർ രാജേന്ദ്രൻ, അതോടൊപ്പം തന്നെ അതിൻ്റെ നോഡൽ ഓഫീസർ ഡോക്ടർ യാദവ്, അവരെല്ലാം കൂട്ടായി പ്രവർത്തിച്ചുകൊണ്ടാണ് ഈ പാലിയേറ്റീവ് കെയർ നന്നായിട്ട് പോകുന്നത്. അപ്പോൾ അവരുടെ കൂടിയുള്ളൊരു ആശയമാണ് ലിവിംഗ് വിൽ എന്നുള്ളത്. അത് എല്ലായിടത്തും, ഇപ്പോൾ ഇന്ത്യയിൽ പലയിടങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം ചർച്ചകളും നടക്കുന്നുണ്ട്. കേരളത്തിൽ അങ്ങനെ അത് പ്രാവർത്തികമായിട്ടില്ല. അങ്ങനെ ഈ പാലിയേറ്റീവ് കെയറിൻ്റെ ഒരു പ്രവർത്തനത്തിൽ നിന്നാണ് ഈ ഒരു ആശയം ഉണ്ടായത്. ഇതിന്റെ ആശയം ഇതായിരിക്കും ആളുകൾക്ക് മനസ്സിലാവാനായിട്ട്. ഇപ്പോൾ വയ്യാതെ ഒരു ആക്സിഡന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിട്ടിക്കൽ ആവുകയാണെങ്കിൽ വെന്റിലേറ്ററിൽ കയറ്റേണ്ട, അല്ലെങ്കിൽ എന്താണ് എന്നെ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഡിസിഷൻ നേരത്തെ എടുത്ത് വെക്കുക എന്നുള്ളതാണ്. അതിന് കൃത്യമായിട്ടുള്ള ഒരു മാർഗ്ഗനിർദ്ദേശമുണ്ട്, ഒരു പ്രവർത്തന രീതിയുണ്ട്. അതായത് നമുക്കൊരു ഡോക്യുമെന്റ് ഉണ്ട്, അഡ്വാൻസ്ഡ് മെഡിക്കൽ ഡയറക്റ്റീവ് എന്ന് പറയും. ആ രേഖയിൽ നമ്മൾ നേരത്തെ തന്നെ കാര്യങ്ങളെല്ലാം എഴുതി വെക്കണം. അതായത് ഞാൻ ഒരു മരണാസന്നനാകുന്ന ഒരു അവസ്ഥയിൽ എനിക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു കോമാ സ്റ്റേജിലോ മറ്റോ നിർഭാഗ്യവശാൽ ഞാൻ ആവുകയാണെങ്കിൽ ആ അവസരത്തിൽ എൻ്റെ ചികിത്സ എങ്ങനെയായിരിക്കണം, എനിക്ക് വെന്റിലേറ്റർ സപ്പോർട്ട് ആവശ്യമുണ്ടോ അല്ലെങ്കിൽ വേണ്ട, എനിക്ക് IV ഫ്ലൂയിഡ്സ് കൊടുത്തുള്ള ചികിത്സ ആവശ്യമുണ്ടോ വേണ്ട, അതല്ല എന്നുണ്ടെങ്കിൽ മറ്റു തരത്തിലുള്ള ഡയാലിസിസ് പോലെയുള്ള സൗകര്യം, വെറുതെ ആവശ്യമില്ലാതെ ഒരു അർത്ഥരഹിതമായ ഒരു ജീവിതം അതെനിക്ക് ആവശ്യമില്ല എന്നുള്ളത് നമുക്ക് അങ്ങനെയാണ് താല്പര്യമെങ്കിൽ അത് ഡോക്യുമെന്റ് ചെയ്ത് വെക്കുക. അതേസമയം തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളുള്ളത്, ഇത് ഈ ഒരു അവസ്ഥയിലെത്തുന്ന ആളിനെ നമുക്ക് വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാമെന്ന് ഡോക്ടർക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ ഇത് റിവോക്ക് ചെയ്യാനുള്ള അവകാശം ഈ ഡോക്ടർക്കും ബന്ധുക്കൾക്കുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു രേഖ നമ്മൾ എഴുതി കഴിഞ്ഞാൽ അത് നമുക്കൊരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബന്ധുവിനെ കൊണ്ടത് സാക്ഷ്യപ്പെടുത്തണം. കൂടാതെ 2 സാക്ഷികൾ വേറെയും അതിനകത്ത് സൈൻ ചെയ്യണം. ഇത് നമ്മളൊരു നേരത്തെ ഇത് നോട്ടറൈസ് ചെയ്യണം എന്നായിരുന്നു. ഇപ്പോൾ പക്ഷേ സുപ്രീം കോടതിയുടെ 2023 വിധി പ്രകാരം ഇത് അതിൻ്റെ ആവശ്യമില്ല. നമുക്കൊരു ഗസറ്റഡ് ഓഫീസർ ഇത് സാക്ഷ്യപ്പെടുത്തുക, അതിനുശേഷം ഒരു കോപ്പി നമ്മൾ സൂക്ഷിച്ചു വെക്കുക, ഒരു കോപ്പി നമ്മൾ ലോക്കൽ ബോഡീസിന്, പഞ്ചായത്തോ കോർപ്പറേഷനെ ഏൽപ്പിക്കുക. ഇതാണ് ഇതിൻ്റെ ഒരു പ്രവർത്തന രീതി. അപ്പോൾ അടുത്ത പ്രധാന ആളുകൾക്ക് ഇത് കാണുമ്പോൾ ഒരു ചോദ്യം അതായിരിക്കും, എന്ത് ചെയ്യണം? ലിവിംഗ് വില്ല് സമർപ്പിക്കാനായിട്ട് ഒരാൾ ചെയ്യാറാണെങ്കിൽ പാരിപ്പള്ളിയിൽ തന്നെ വരണമോ? എന്താണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്, ഒരാൾക്ക് താല്പര്യമുണ്ടെങ്കിൽ? ഈ പറഞ്ഞ ഒരു ഡോക്യുമെന്റ് അഡ്വാൻസ്ഡ് മെഡിക്കൽ ഡയറക്റ്റീവ് എന്നുള്ളത് ഇപ്പോൾ വെബ്സൈറ്റിലൊക്കെ ഇത് ലഭ്യമാണ്. ലിവിംഗ് വില്ല് ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞ് ലഭ്യമാണ്. അത് ഡൗൺലോഡ് ചെയ്ത് ഈ പറഞ്ഞ രീതിയിൽ നമ്മളത് വായിച്ചു നോക്കി നമ്മളത് സൈൻ ചെയ്യുകയും നമ്മുടെ താല്പര്യം എന്താണെന്നുള്ളത്, മൃതദേഹം സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, മരണശേഷം നമ്മുടെ ശരീരം എന്താണ് ചെയ്യേണ്ടതെന്നതൊക്കെ നമുക്കതിനകത്ത് രേഖപ്പെടുത്താം. അങ്ങനെയുള്ള ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കാൻ ഇത് സഹായിക്കും. ഇപ്പോൾ നമ്മൾ പലയിടങ്ങളിൽ ഇത് കണ്ടതാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കാനും ഒരു വ്യക്തത വരുത്തുവാനും ഇത് സഹായിക്കും. അപ്പോൾ അങ്ങനെ ഇത് ഡൗൺലോഡ് ചെയ്ത് ബന്ധുക്കളുമായിട്ട് ആലോചിച്ച് ഈ പറഞ്ഞ രീതിയിലുള്ള പ്രൊസീജിയറുകൾ ചെയ്തു കഴിഞ്ഞാൽ അത് വയബിൾ ആവും. അപ്പോൾ ഇത് അമെൻഡ് ചെയ്യാനായിട്ടുള്ള അവകാശം ഈ ഡോക്ടർക്കാണോ, അതല്ല ഇയാൾക്ക് തന്നെ ഇതിനിടയ്ക്ക് അമെൻഡ് ചെയ്യാനായിട്ട് പറ്റും? ഇപ്പോൾ ഞാൻ വില്ല് അങ്ങനെ എഴുതുകയാണെങ്കിൽ എനിക്കത് ഇടയ്ക്ക് അമെൻഡ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും. അതായത് 18 വയസ്സ് കഴിഞ്ഞാൽ ആർക്കും വേണമെങ്കിലും ലിവിംഗ് വില്ല് നമുക്ക് ഡോക്യുമെന്റ് ചെയ്ത് കൊടുക്കാം. ഒരു 40 വയസ്സാകുമ്പോൾ തോന്നുകയാണ് എനിക്ക് ഇതല്ല വേണ്ടത്, വേറെ എൻ്റെ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കത് റിവോക്ക് ചെയ്യാം.
അതിന് കുഴപ്പമില്ല. ഇതിന്റെ ഒരു നിയമസാധുത എന്താണ്? അപ്പം ചിലർ ഇതൊക്കെ കാണുമ്പോൾ ചോദിക്കുന്നത് അതിന്റെ ഒരു നിയമസാധുത എന്താണ്? ഇത് നിയമപരമായിട്ട് ഇതിന് പിൻബലമുണ്ട്. പിന്നെ അരുണ ഷാൻബാഗ് എന്ന് പറഞ്ഞൊരു നഴ്സ് മുംബൈയിലെ ഒരു ആശുപത്രിയിൽ വെച്ച് ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെടുകയും അതിനെ തുടർന്ന് വർഷങ്ങളോളം പതിറ്റാണ്ടുകളോളം അവർ കോമ സ്റ്റേജിൽ കഴിയുകയും ഒക്കെ ചെയ്തപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം ദയാവധം സംബന്ധിച്ചൊക്കെ നിരവധി ചർച്ചകളുണ്ടായി. അപ്പോൾ സുപ്രീം കോടതിയുടെ 2023 വെർഡിക്റ്റ് പ്രകാരം ഇതിന് നിയമസാധുതയുണ്ട്. അപ്പോൾ നോട്ടറൈസ് ചെയ്യണമെന്നായിരുന്നു അന്നത്തെ നിർദ്ദേശമെങ്കിൽ അത് കുറച്ചുകൂടി ലഘൂകരിച്ച് ഒരു ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയാൽ മതി എന്നുള്ള എന്താണ് ലിവിംഗ് വിൽ എന്ന കാര്യം വിശദീകരിക്കുകയാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിന്റെ അധികൃതർ.